സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 6 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 6 അതിനകത്ത് 5ാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ. കർണൗ ദിശോഷി യുഗളം തവ നാസികേ ദ്വേ. ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ. താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര. ഭഗവാന്റെ അവയവങ്ങളെ പറയുകയാണ്, ഓരോ ഏതൊക്കെയാണെന്ന് പറയുകയാണ്. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ. കർണൗ ദിശോഷി യുഗളം തവ നാസികേ ദ്വേ. ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ. താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര. ശ്ലോകം ഞാൻ ചൊല്ലാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ. കർണൗ ദിശോഷി യുഗളം തവ നാസികേ ദ്വേ. ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ. താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര. അന്വയം ചെയ്ത് അർത്ഥം പറയാം. എന്തൊക്കെയാണ് ആ അവയവങ്ങളെന്ന് പറയാം. നിശേഷ വിശ്വരചന, ഈ വിശ്വത്തിൻ്റെ സമസ്ത വിശ്വത്തിൻ്റെയും നിർമ്മിതിയാണ് തവ കടാക്ഷമോക്ഷ എന്നാണ്. ആ ഭഗവാന്റെ ആ തിരുവടിയുടെ ഭഗവാന്റെ ആ നോട്ടം, കടക്കൺ നോട്ടം. കർണൗ അവിടുത്തെ കർണങ്ങൾ, ദിശ ദിക്കുകളും, ദ്വേനാസികേ രണ്ടെണ്ണം ഉണ്ടല്ലോ ആണ് ദ്വേനാസികേ രണ്ട് നാസികാദ്വാരങ്ങൾ, അശ്വയുഗളം അശ്വനി ദേവന്മാരും. അശ്വനി ദേവന്മാരെന്ന് പറയുന്നത് നാസത്വനും ദസ്രനുമാണ് രണ്ട് പേര് അശ്വനി ദേവന്മാർ. അധരോത്തരോഷ്ടവും ആ ചുണ്ടുകൾ, കീഴ്ചുണ്ടും മേൽചുണ്ടും. ലോഭത്രപേജ ലോഭവും ലജ്ജയും. പിന്നെ ദശന പല്ലുകൾ. താരാഗണാച നക്ഷത്രഗണങ്ങളും. ദംഷ്ട്ര ഭഗവാന്റെ ദംഷ്ട്ര വീരപല്ലുകൾ. ശമന ച യമനും ആകുന്നു. അപ്പോൾ ഓരോന്നും പറയണം എന്തൊക്കെയാണെന്ന്. എന്താണ് ഭഗവാന്റെ ഭഗവാന്റെ ആ നോട്ടത്തിന് അങ്ങനെയാണ് പറയുന്നത്. ആ ഭഗവാന്റെ ആ ഒരു കടക്കൺ നോട്ടം ഈ സമസ്ത വിശ്വത്തിൻ്റെയും നിർമ്മിതിയാണ്. പിന്നെ ഇനി ഭഗവാന്റെ ദിക്കുകളെന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ കർണങ്ങളാണ് ദിക്കുകളായിട്ട് പറയുന്നത്. പിന്നെ 2 നാസികാദ്വാരങ്ങളാണ് അശ്വനി ദേവന്മാരായിട്ട് പറയുന്നത്. അതുപോലെ കീഴ്ചുണ്ടും മേൽചുണ്ടും രണ്ടുണ്ടല്ലോ. അപ്പം അത് ഒന്ന് ലോഭവും ഒന്ന് ലജ്ജയുമാണ്. ലോഭവും ലജ്ജയുമാണ് ഭഗവാന്റെ ആ ചുണ്ടുകൾ. പിന്നെ പല്ലുകളെന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്, നക്ഷത്രഗണങ്ങളാണ്. അതുപോലെ ദംഷ്ട്ര എന്ന് പറയുന്നത് യമനാകുന്നു. അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ. കർണൗ ദിശോഷി യുഗളം തവ നാസികേ ദ്വേ. ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ. താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര. അപ്പം ഭഗവാന്റെ ആ വീരപല്ലുകൾ ദംഷ്ട്രകളാണ് യമൻ. അതത്രയും അതിനകത്ത് പറഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത ഭഗവാന്റെ ആ മന്ദഹാസമൊക്കെ എന്താണ് എന്നുള്ളതാണ്. മായ വിലാസ ഹസിതം ശ്വസിതം സമീരോ. ജിഹ്വ ജലം വചനമീശ ശകുന്ത പങ്ക്തി. സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ. ദേവാഭുജ സ്തനയുഗം തവ ധർമ്മദേവ. മായാവിലാസഹസിതം ശ്വസിതം സമീരോ. ജിഹ്വാജലം വചനമീശ ശകുന്ത പങ്ക്തി.
സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജ സ്തനയുഗം തവ ധർമ്മദേവ. ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. ഇനി അതിനെ അന്വയം ചെയ്ത അർത്ഥം പറയാം. വിലാസഹസിതം, ആ ഭഗവാന്റെ എന്താണ്, ഭഗവാന്റെ ആ ഒരു മന്ദഹാസം, അത് മായയാകുന്നു എന്നാണ് പറയുന്നത്. ഇനി ശ്വസിതം സമീരോ, സമീരം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ഭഗവാന്റെ ആ ശ്വാസം കാറ്റാകുന്നു. ഇനി വചനം ശകുന്തപംക്തി, വാക്കുകൾ എന്താണ്, പക്ഷിക്കൂട്ടമാണ്. ഭഗവാന്റെ വാക്കുകളാണ് ഈ പക്ഷിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്വരഗണ, അത് അറിയാലോ, സ്വരഗണങ്ങൾ. സിദ്ധാദയ, സിദ്ധൻ, യക്ഷൻ, കിന്നരന്മാർ തുടങ്ങിയിട്ടുള്ളവർ. പിന്നെ മുഖരന്ധ്രം അഗ്നി, ഭഗവാന്റെ ആ വായ് അത് അഗ്നിയാണ്. ഭുജാദേവ, ഭഗവാന്റെ ആ ഭുജങ്ങൾ ദേവന്മാരാണ്. ഇനി സ്തനയുഗം ധർമ്മദേവ, ഭഗവാന്റെ ആ സ്തനങ്ങൾ എന്താണ്, അത് ധർമ്മദേവനാകുന്നു. അപ്പോൾ ഭഗവാന്റെ ഏതൊക്കെയാണ് പറയുന്നത്, ഭഗവാന്റെ ആ മന്ദഹാസം അതാണ് മായയാകുന്നു. പിന്നെ ഭഗവാന്റെ ആ ശ്വാസമാണ് കാറ്റ്, ജിഹ്വ ജലമാണ്, വചനങ്ങളോ അത് പക്ഷികളുടെ ഗണമാണ്, പക്ഷികളുടെ കൂട്ടമാണ്. പിന്നെ ആ ഭഗവാൻ ആലപിക്കുന്ന സ്വരങ്ങൾ, പിന്നെ സിദ്ധൻ, യക്ഷൻ, കിന്നരൻ തുടങ്ങിയവർ ഒക്കെ ആകുന്നു. പിന്നെ അഗ്നി എന്ന് പറയുന്നത് ഭഗവാന്റെ വായും, ഭുജങ്ങൾ ദേവന്മാരും, ധർമ്മദേവൻ സ്തനങ്ങളും ആകുന്നു. അപ്പം ഇത്രയുമാണ് ആ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. അപ്പം ധർമ്മദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്തനങ്ങളാണ്. ഇത്രയുമാണ് ആ 2 ശ്ലോകത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശന ശമനശ്ച ദംഷ്ട്ര മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. അപ്പം ഇന്നത്തെ 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. ഭഗവാന്റെ ആ വിരാട് രൂപ വർണ്ണനയാണല്ലോ ഇതിനകത്ത് പറയുന്നത്. അപ്പം ഭഗവാന്റെ അവയവങ്ങൾ തന്നെയാണ് ഈ ലോകമെല്ലാം എന്ന് പറഞ്ഞു വരുവാണ്. ഇന്ന് പഠിച്ച 2 ശ്ലോകങ്ങളും നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലാൻ ശ്രമിക്കാം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം. എല്ലാവർക്കും നമസ്തേ.